ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു FCC യൂണിറ്റ് സെല്ലിനകത്ത് അതിനകത്തുള്ള ടെട്രാഹെഡ്രൽ ഓയിഡ്സും ഒക്ടാഹെഡ്രൽ ഓയിഡ്സും എവിടെ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നു. മറ്റൊന്ന് പാക്കിംഗ് എഫിഷ്യൻസി, സിമ്പിൾ ക്യൂബിക്കിലെ പാക്കിംഗ് എഫിഷ്യൻസി, BCCയിലെ പാക്കിംഗ് എഫിഷ്യൻസി, FCCയിലെ പാക്കിംഗ് എഫിഷ്യൻസി, പിന്നെ ഡെൻസിറ്റി ഓഫ് യൂണിറ്റ് സെൽ. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് FCCയിലെ ഓയിഡുകൾ എവിടെ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നു എന്നാണ്. അപ്പോൾ ആദ്യം FCCയിലേക്ക് വരാം. FCCയിൽ പാർട്ടിക്കിൾസ് എവിടെ ഇരിക്കുന്നു? കോർണേഴ്സിലും ഫേസിൻ്റെ സെൻറ്ററിലും. കോർണറിലിരിക്കുന്ന ആളുടെ കോൺട്രിബ്യൂഷൻ 1, ഫേസിൻ്റെ സെൻറ്ററിലിരിക്കുന്ന ആൾക്കാരുടെ കോൺട്രിബ്യൂഷൻ 3. അങ്ങനെയാണെങ്കിൽ ഒരു FCCയിലെ ആകെ പാർട്ടിക്കിൾസിൻ്റെ എണ്ണം 4. നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഒരു യൂണിറ്റ് സെല്ലിനകത്ത് പാർട്ടിക്കിളിൻ്റെ എണ്ണം n ആണെങ്കിൽ അതിനകത്തുള്ള ടെട്രാഹെഡ്രൽ ഓയിഡിൻ്റെ എണ്ണം 2n ആയിരിക്കും. അതിനകത്തുള്ള ഒക്ടാഹെഡ്രൽ ഓയിഡിൻ്റെ എണ്ണം n ആയിരിക്കും. മനസ്സിലായില്ല? ഒരു FCCക്കകത്ത് 4 പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ അതിനകത്തുള്ള ടെട്രാഹെഡ്രൽ ഓയിഡിൻ്റെ എണ്ണം 8 ആയിരിക്കും. ഒക്ടാഹെഡ്രൽ ഓയിഡിൻ്റെ എണ്ണം 4 തന്നെയായിരിക്കും. അതായത് നമ്പർ ഓഫ് പാർട്ടിക്കിൾ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഒക്ടാഹെഡ്രൽ ഓയിഡ്. നമ്പർ ഓഫ് പാർട്ടിക്കിൾ ഇൻറ്റു 2 ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ടെട്രാഹെഡ്രൽ ഓയിഡ്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് FCCക്കകത്തുള്ള ഓയിഡുകളുടെ ലൊക്കേഷനാണ്. സോ FCCക്കകത്ത് 4 ഒക്ടാഹെഡ്രൽ ഓയിഡും 8 ടെട്രാഹെഡ്രൽ ഓയിഡും ഉണ്ടായിരിക്കും. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടെട്രാഹെഡ്രൽ ഓയിഡിൻ്റെ ലൊക്കേഷൻ. നിങ്ങൾ ആ പിക്ചറിലേക്ക് നോക്കൂ. ഒന്നാമത്തെ പിക്ചറിൽ ഒരു FCC യൂണിറ്റ് സെല്ലിനെ നിങ്ങൾക്ക് കാണാം. കോർണേഴ്സിൽ പാർട്ടിക്കിൾസ് ഉണ്ട്, ഫേസിൻ്റെ സെൻറ്ററിൽ പാർട്ടിക്കിൾസ് ഉണ്ട്. ആ ഒരു യൂണിറ്റ് സെല്ലിനെ ഞാൻ 8 കൊച്ചു ക്യൂബുകളായി കട്ട് ചെയ്തു. അതാണ് രണ്ടാമത്തെ പിക്ചറിൽ കണ്ടു. ആ 8 കൊച്ചു യൂണിറ്റുകളായിട്ട് കട്ട് ചെയ്തില്ലേ, അതിൽ ഒരാളെയും എടുക്കൂ. അതാണ് മൂന്നാമത്തെ പിക്ചർ. ആദ്യം കാണുന്ന ഒരു FCCയെ 8 ഈക്വൽ പാർട്ടുകളായിട്ട് ഞാൻ കട്ട് ചെയ്തു. അതിലൊരാളെ എടുത്തു. അതാണ് മൂന്നാമത്തെ പിക്ചർ. ആ മൂന്നാമത്തെ പിക്ചറിലേക്ക് നോക്കൂ നിങ്ങൾ. ആ ഒരാളിൽ 4 പാർട്ടിക്കിൾസ് വരാം. ആ 4 പാർട്ടിക്കിൾസ് ഇരിക്കുന്നുണ്ട്. ആൾട്ടർനേറ്റ് പൊസിഷനിലാണ്. ഒന്ന് ഒരു കോർണറിൽ, തൊട്ടടുത്ത കോർണറിലില്ല, തൊട്ടടുത്ത കോർണറിൽ. അപ്പോൾ ഒരു യൂണിറ്റ് സെല്ലിൻ്റെ അതിലെ ഒരു പീസിൻ്റെ ആൾട്ടർനേറ്റ് പൊസിഷനുകളിൽ 4 പാർട്ടിക്കിൾസ് ഉണ്ട്. ഈ 4 പാർട്ടിക്കിൾസിനെ ഞാനൊരു റെഡ് കളർ കൊണ്ട് ചേർത്ത് വരച്ചിരിക്കുന്നുണ്ടോ? അപ്പോൾ ഒരു ടെട്രാഹെഡ്രൻ കിട്ടി. ആ ടെട്രാഹെഡ്രനകത്ത് ഒക്കുപ്പൈ ചെയ്തിരിക്കുന്ന ആ എംപ്റ്റി സ്പേസിന് പറയുന്ന പേരാണ് ടെട്രാഹെഡ്രൽ ഓയിഡ്. ഒരു FCC യൂണിറ്റ് സെല്ലിനെ 8 ആയിട്ട് കട്ട് ചെയ്യുമ്പോൾ അതിൽ ഒരു സെക്ഷനിലകത്ത് ഒരു ടെട്രാഹെഡ്രൽ ഓയിഡ് ഉണ്ട് എങ്കിൽ ആകെ അതിനകത്ത് 8 കൊച്ചു പാർട്ടുകളുണ്ട്. ഒന്നിനകത്ത് ഒരു ടെട്രാഹെഡ്രൽ ഓയിഡ് ഉണ്ടെങ്കിൽ 8ഉം കൂടെ ചേരുമ്പോൾ 8 ടെട്രാഹെഡ്രൽ ഓയിഡ് കാണും. അപ്പോൾ ടെട്രാഹെഡ്രൽ ഓയിഡിൻ്റെ ലൊക്കേഷൻ മനസ്സിലായില്ലേ? ഇനി നമുക്ക് ഒക്ടാഹെഡ്രൽ ഓയിഡിൻ്റെ ലൊക്കേഷനിലേക്ക് വരാം. ആ പിക്ചറിലേക്ക് നോക്കൂ. നിങ്ങൾ ആദ്യത്തെ പിക്ചർ കണ്ടോ? അതൊരു FCC ആണ്. ആ FCCയിൽ ഫേസിൻ്റെ സെൻറ്ററുകളെ തമ്മിൽ കണക്റ്റ് ചെയ്തുകൊണ്ട് ഞാനൊരു ഒക്ടാഹെഡ്രൻ വരച്ചു. 6 ഫേസ് ഇല്ലേടാ, 6 ഫേസിലും കൂടെ 6 സെൻറ്റർ. അപ്പോൾ 6 പാർട്ടിക്കിൾ. ആ 6 പാർട്ടിക്കിളിനെ ചേർത്ത് വരയ്ക്കുമ്പോൾ കിട്ടുന്നതാണ് ഒരു ഒക്ടാഹെഡ്രൻ. ആ ഒക്ടാഹെഡ്രൻ ഒക്കുപ്പൈ ചെയ്തിരിക്കുന്ന എംപ്റ്റി സ്പേസിന് പറയുന്ന പേരാണ് ഒക്ടാഹെഡ്രൽ ഓയിഡ്. അങ്ങനെയാണെങ്കിൽ ഒരു FCCയുടെ സെൻറ്റർ അതെവിടെ ഇരിക്കുന്നത്? സെൻറ്ററിലാണ് ഇരിക്കുന്നത്. ആ FCCയുടെ സെൻറ്ററിനകത്ത് ഒരു ഒക്ടാഹെഡ്രൽ ഓയിഡ് ഉണ്ട്. ഒന്നായേ. ഇനി നിങ്ങൾ എൻ്റെ തൊട്ട് താഴെയുള്ള പിക്ചറിലേക്ക് നോക്കുക. അതിൻ്റെ ഒരു എഡ്ജിൽ ഒരു ഒക്ടാഹെഡ്രൻ ഇരിക്കുന്നുണ്ടോ? അതിൻ്റെ ഒരു എഡ്ജിൽ നമുക്കറിയാം, എഡ്ജിൽ ഒരാളിരുന്നാൽ 1/4 അയാൾക്ക് കിട്ടുള്ളൂ. ബാക്കി മറ്റുള്ളവരാണ് ഷെയർ ചെയ്യുന്നത്. കണ്ടോ നിങ്ങൾ? ആ ഒക്ടാഹെഡ്രൻ പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടോ? അത് മറ്റുള്ളവരാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എഡ്ജിൽ ഒരു ഒക്ടാഹെഡ്രൽ ഓയിഡ് വരും. ആ ഒക്ടാഹെഡ്രൽ ഓയിഡിൻ്റെ 1/4 ആ എഡ്ജിൽ നിന്ന് കിട്ടുള്ളൂ, ബാക്കി പുറത്തേക്ക്. അപ്പോൾ 1/4 ഓഫ് ഒക്ടാഹെഡ്രൽ ഓയിഡ് ഒരു എഡ്ജിൽ കിട്ടി. അങ്ങനെയാണെങ്കിൽ എത്ര എഡ്ജസ് ഉണ്ട്? 12 എഡ്ജസ് ഉണ്ട്. ഒരു എഡ്ജിൽ നിന്ന് 1/4 കിട്ടുമെങ്കിൽ 12 എഡ്ജിൽ നിന്ന് 12 × 1/4
അങ്ങനെ 3 ഒക്ടാഹെഡ്രലോയിഡ് കിട്ടിയില്ലേ? ചുരുക്കി പറഞ്ഞാൽ FCCയുടെ സെൻറ്ററിൽ ഒരു ഒക്ടാഹെഡ്രലോയിഡ്, എഡ്ജിൽ നിന്ന് 3 ഒക്ടാഹെഡ്രലോയിഡ്, അങ്ങനെ 4 ഒക്ടാഹെഡ്രൽ ഓയിഡ്സ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് പാക്കിംഗ് എഫിഷ്യൻസി. ഏതോ ഒരു എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു എന്താണ് പാക്കിംഗ് എഫിഷ്യൻസി എന്ന്. അതായത് ഒരു ബാഗിനകത്ത് കുറച്ച് ആപ്പിൾസ് അടുക്കി വെച്ചു എന്ന് വിചാരിക്കുക. ഈ ആപ്പിൾസിൻ്റെ ഇടയിലൊക്കെ കുറേ സ്പേസ്, ഒഴിഞ്ഞ സ്ഥലങ്ങൾ കാണും. അങ്ങനെയാണെങ്കിൽ ബാഗിനകത്ത് നിറച്ചും നമുക്ക് എല്ലാ സ്ഥലവും ഒക്കുപ്പൈ ചെയ്യുന്ന രീതിയിൽ നമുക്ക് ആപ്പിൾസ് വെക്കാൻ പറ്റിയിട്ടില്ല. കുറേ സ്ഥലം ഒഴിഞ്ഞു നിൽപ്പുണ്ട്. എത്ര സ്ഥലത്താണോ ആപ്പിൾ ഒക്കുപ്പൈ ചെയ്തിരിക്കുന്നത് ആ സ്ഥലത്തിൻ്റെ പെർസെൻറ്റേജിന് പറയുന്ന പേരാണ് പാക്കിംഗ് എഫിഷ്യൻസി. It is the percentage by volume of particle occupied in the total volume of a unit cell. ഒരു യൂണിറ്റ് സെല്ലിൻ്റെ ആകെ വോളിയത്തിൽ ഒക്കുപ്പൈ ചെയ്തിരിക്കുന്ന പാർട്ടിക്കിൾസിൻ്റെ വോളിയത്തിൻ്റെ പെർസെൻറ്റേജിന് പറയുന്ന പേരാണ് പാക്കിംഗ് എഫിഷ്യൻസി. ഒരിക്കൽ കൂടെ, ഒരു യൂണിറ്റ് സെല്ലിൻ്റെ ആകെ വോളിയത്തിൽ ഒക്കുപ്പൈ ചെയ്തിരിക്കുന്ന പാർട്ടിക്കിൾസിൻ്റെ വോളിയത്തിൻ്റെ പെർസെൻറ്റേജിന് പറയുന്ന പേരാണ് പാക്കിംഗ് എഫിഷ്യൻസി. ഓക്കെ, 3 പേരുടെ പാക്കിംഗ് എഫിഷ്യൻസിയെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തത് സിമ്പിൾ ക്യൂബിക്കിലെ പാക്കിംഗ് എഫിഷ്യൻസി, BCCയുടെ പാക്കിംഗ് എഫിഷ്യൻസി, FCCയുടെ പാക്കിംഗ് എഫിഷ്യൻസി. അതായത് പാക്കിംഗ് എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ടോട്ടൽ വോളിയം ഓഫ് യൂണിറ്റ് സെല്ലിൽ ഒക്കുപ്പൈ ചെയ്തിരിക്കുന്ന ടോട്ടൽ വോളിയം ഓഫ് പാർട്ടിക്കിൾസ് ഇൻടു ഹൺഡ്രഡ്സ്. അതായത് പാർട്ടിക്കിൾസിൻ്റെ വോളിയം, പാർട്ടിക്കിൾസ് സ്പിയർ ആണല്ലോ, അപ്പോൾ 4/3πr³. ടോട്ടൽ പാർട്ടിക്കിൾസ്, ടോട്ടൽ എത്ര പാർട്ടിക്കിൾസ്? സിമ്പിൾ ക്യൂബിക്കിൽ 1, FCCയിൽ 4, അപ്പോൾ അറിയില്ല, ജനറലി നമുക്ക് n എന്നെടുക്കാം, ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം ഓഫ് യൂണിറ്റ് സെൽ. യൂണിറ്റ് സെൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ക്യൂബാണ്. സോ വോളിയം ഓഫ് ക്യൂബ് A³ ഇൻറ്റു 100. ഇതാണ് പാക്കിംഗ് എഫിഷ്യൻസി. ഇതിൽ ആ പെർസെൻറ്റേജ് അങ്ങ് മാറ്റിയാൽ, അതായത് n into 4/3πr³ ഡിവൈഡഡ് ബൈ A³ പെർസെൻറ്റേജ് ഇല്ലെങ്കിൽ നമ്മൾ അവന് പറയുന്ന പേര് പാക്കിംഗ് ഫ്രാക്ഷൻ എന്നാണ്. പാക്കിംഗ് ഫ്രാക്ഷൻ. എങ്ങനെയാണ് പാക്കിംഗ് എഫിഷ്യൻസിയും പാക്കിംഗ് ഫ്രാക്ഷനും കണ്ടുപിടിക്കുന്നത്? പാക്കിംഗ് എഫിഷ്യൻസി ഇൻ FCCയിലേക്ക് വരാം. FCC എന്ന് പറഞ്ഞാൽ പാർട്ടിക്കിൾസ് ഇരിക്കുന്നത് കോർണേഴ്സിലും ഫേസിൻ്റെ സെൻട്രലുമാണല്ലോ. ഞാൻ ഈ 2 കോർണർ എടുത്തു, ഈ ഫേസിൻ്റെ സെൻറ്റർ എടുത്തു. 2-3 കാര്യങ്ങൾ ഓർക്കാൻ വേണ്ടി പറയട്ടെ. എഡ്ജ് ലെങ്ത്തിനെ A കൊണ്ടും ഫേസിൻ്റെ ഡയഗണലിനെ B കൊണ്ടും ബോഡിയുടെ ഡയഗണലിനെ C കൊണ്ടും സൂചിപ്പിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ദൂരം എഡ്ജ് ലെങ്ത് ആണ്, ഈ ദൂരം എഡ്ജ് ലെങ്ത് ആണ്, ഈ ദൂരം ഫേസിൻ്റെ ഡയഗണലാണ്. ഇത്രയും ദൂരം റേഡിയസ് ആണ്, ഇത്രയും ദൂരം റേഡിയസ് ആണ്, ഈ ദൂരം 2r ആണ്. ഞാൻ ABC എന്ന പേര് കൊടുക്കുന്നു. അവിടെ ഒരു ട്രയാങ്കിൾ നിങ്ങൾക്ക് കാണാം. ABC എന്ന് പറയുന്ന ട്രയാങ്കിൾ
ABC. B square is equal to A square plus A square. B square is equal to A square plus A square is equal to 2A square. B is equal to root 2A. Actually B എന്ന് പറഞ്ഞാൽ എന്താണ്? B എന്ന് പറഞ്ഞാൽ R plus 2R plus R, that is 4R. ഈ രണ്ട് ഇക്വേഷനും ഈക്വൽ ആയതുകൊണ്ട് റൈറ്റ് സൈഡുകളെ ഈക്വലൈസ് ചെയ്യിപ്പിക്കാം. റൂട്ട് 2A ഈസ് ഈക്വൽ ടു 4R. A ഈസ് ഈക്വൽ ടു 4R ബൈ റൂട്ട് 2, അഥവാ A ഈസ് ഈക്വൽ ടു 2 റൂട്ട് 2R. എഡ്ജ് ലെങ്ത് കിട്ടിയാൽ ഉടനെ നമുക്ക് പാക്കിംഗ് എഫിഷ്യൻസി കാണാം. പാക്കിംഗ് എഫിഷ്യൻസി കാണേണ്ട ഇക്വേഷൻ പറയോ? N ഇൻറ്റു ഇത് FCC ആണ്. FCCയിലെ പാർട്ടിക്കിൾസിൻ്റെ എണ്ണം 4 ഇൻറ്റു 4/3 πr ക്യൂബ് ഡിവൈഡ് ബൈ A ക്യൂബ്. A എന്ന് പറഞ്ഞാൽ 2 റൂട്ട് 2R ദ ഹോൾ ക്യൂബ് ഇൻറ്റു 100. R ക്യൂബും എല്ലാം ക്യാൻസൽ ചെയ്തിട്ട് finally you get a root 2 pi by 6 into 100. That is 74%. So FCC the packing efficiency 74%. Packing efficiency in FCC മനസ്സിലായല്ലോ. ആ ഡെറിവേഷനിൽ നിന്ന് കുറച്ച് ഇക്വേഷൻസ് നമുക്ക് കിട്ടി. നോക്കൂ, ഒരു FCCയുടെ ഫേസ് ഡയഗണൽ ബി കാണേണ്ട ഇക്വേഷൻ റൂട്ട് 2A, അല്ലെങ്കിൽ ഫേസ് ഡയഗണൽ ബി ഈസ് ഈക്വൽ ടു 4R. R എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് പാർട്ടിക്കിൾ. ഒരു FCCയുടെ എഡ്ജ് ലെങ്ത് കാണേണ്ട ഇക്വേഷൻ 4R ബൈ റൂട്ട് 2 അഥവാ 2 റൂട്ട് 2R. ഒരു FCCയുടെ റേഡിയസ് കാണേണ്ട ഇക്വേഷൻ A ബൈ 2 റൂട്ട് 2. പാക്കിംഗ് എഫിഷ്യൻസി റൂട്ട് 2 പൈ ബൈ 6 ഇൻറ്റു 100. പാക്കിംഗ് ഫ്രാക്ഷൻ പറയുമ്പോൾ 100 വേണ്ടാന്ന് പറഞ്ഞു. റൂട്ട് 2 പൈ ബൈ 6. ക്ലിയർ? പാക്കിംഗ് എഫിഷ്യൻസി ഇൻ BCCയിലേക്ക് വരാം. BCC എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, പാർട്ടിക്കിൾസ് ഇരിക്കുന്നത് കോർണേഴ്സിലും ബോഡിയുടെ സെൻറ്ററിലുമാണ്. ഞാൻ ഡിറൈവ് ചെയ്യാൻ വേണ്ടി ഈ രണ്ട് കോർണറും ബോഡിയുടെ സെൻറ്ററും എടുത്തു. ഇവിടെ ഒരു ഫേസ് ഡയഗണലും ഇവിടെ ഒരു ബോഡി ഡയഗണൽ. എന്താ ബോഡി ഡയഗണൽ? ബോഡിയുടെ ഒരു കോർണറിൽ നിന്ന് മറ്റേ കോർണർ വരെയുള്ള ഡയഗണൽ. ഈ ദൂരം ഈ എഡ്ജ് ലെങ്ത് ആണ് A. ഈ ദൂരം എഡ്ജ് ലെങ്ത് ആണ് A. ഈ ദൂരവും എഡ്ജ് ലെങ്ത് ആണ്. ഇത് ഫേസ് ഡയഗണലാണ്, അല്ല ഫേസ് ഡയഗണലാണ് B. ഇത് ബോഡി ഡയഗണലാണ് C. ഈ ഡിസ്റ്റൻസ് റേഡിയസ് ആണ്. ഇത് 2R ആണ്. ഇതും R ആണ്. ഞാൻ A B C D പേര് കൊടുത്തു. എല്ലായിടത്തും കൊടുക്കണമെന്നാണ്. എളുപ്പത്തിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ള കോർണർ മാത്രമേ ഞാൻ പേര് കൊടുക്കുന്നുള്ളൂ. ഈ ചെറിയ ട്രയാങ്കിളിലേക്ക് വരാം. ട്രയാങ്കിൾ ABC. B square is equal to A square plus A square. B square is equal to A square plus A square is equal to 2A square. B is equal to root 2A. ഈ ട്രയാങ്കിളിലേക്ക് വരാം. BCD. ട്രയാങ്കിൾ BCD.
C square is equal to B square plus A square. C square is equal to A square plus B square. That is A square plus B എന്ന് പറയുന്നത് √2a √2a the whole square is equal to A square plus 2a square is equal to 3a square. C is equal to √3a. Actually ആരാണ് C? R plus 2r plus r. C is equal to 4r. രണ്ട് ഇക്വേഷനും ഈക്വൽ ആയതുകൊണ്ട് √3a is equal to 4r. a is equal to 4r by √3. എഡ്ജ് ലെങ്ത് കിട്ടി. എഡ്ജ് ലെങ്ത് കിട്ടിയാൽ നമുക്ക് പാക്കിംഗ് എഫിഷ്യൻസിയിലേക്ക് പോകാം. പാക്കിംഗ് എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു n ഇൻറ്റു ബി സിസിലെ പാർട്ടിക്കിൾസിൻ്റെ എണ്ണം 2 ഇൻറ്റു 4/3 πr ക്യൂബ് ഡിവൈഡഡ് ബൈ എ ക്യൂബ്. എ എന്ന് പറയുന്നത് 4r by √3 ദ ഹോൾ ക്യൂബ് ഇൻറ്റു 100. ആർ ക്യൂബൊക്കെ ക്യാൻസൽ ചെയ്താൽ നമ്മൾ അതിനെ ഒന്ന് സോൾവ് ചെയ്താൽ യു ഗെറ്റ് √3π/8 ഇൻറ്റു 100. ദാറ്റ് ഈസ് പൈയുടെ വാല്യൂ കൂടെ കൊടുത്താൽ നിങ്ങൾക്ക് കിട്ടും 68%. ദാറ്റ് ഈസ് പാക്കിംഗ് എഫിഷ്യൻസി ഇൻ BCC എന്ന് പറയുന്നത് 68%. പാക്കിംഗ് എഫിഷ്യൻസി ഓഫ് BCC മനസ്സിലായല്ലോ. അതിനകത്തുനിന്ന് കിട്ടുന്ന ഇക്വേഷൻസിലേക്ക് നോക്കാം. ഒരു ബോഡി സെൻറ്റേർഡ് യൂണിറ്റ് സെല്ലിൻ്റെ ബോഡി ഡയഗണൽ C is equal to √3a അല്ലെങ്കിൽ C is equal to 4r. എഡ്ജ് ലെങ്ത് A എന്ന് പറയുന്നത് 4r by √3. റേഡിയസ് എന്ന് പറയുന്നത് √3a by 4. പാക്കിംഗ് എഫിഷ്യൻസി √3π/8 into 100. പാക്കിംഗ് ഫ്രാക്ഷൻ √3π/8. Packing efficiency in simple cubic unit cell. എന്താണ് സിമ്പിൾ ക്യൂബിക്? സിമ്പിൾ ക്യൂബിക്കിൽ പാർട്ടിക്കിൾസ് ഇരിക്കുന്നത് കോർണേഴ്സിൽ മാത്രമല്ലേ? കോർണേഴ്സിൽ. സോ ഞാൻ രണ്ട് കോർണറിലെ പാർട്ടിക്കിൾസിനെ മാത്രം എടുക്കുന്നു. ഈ ദൂരമെന്ന് പറയുന്നത് a ആണ്, എഡ്ജ് ലെങ്ത്സ് ആണെങ്കിലും ഇത് റേഡിയസ് ആണ്, ഇതും റേഡിയസ് ആണ്. Therefore എഡ്ജ് ലെങ്ത് ഈസ് ഈക്വൽ ടു r plus r 2r. എഡ്ജ് ലെങ്ത് കിട്ടിയാൽ പാക്കിംഗ് എഫിഷ്യൻസിയിലേക്ക് വരാം. പാക്കിംഗ് എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു n ഇൻറ്റു സിമ്പിൾ ക്യൂബിക്കിലെ പാർട്ടിക്കിൾസിൻ്റെ എണ്ണം 1 ആണെന്നറിയാം. 1 into 4/3 πr cube divided by a cube. a cube എന്ന് പറഞ്ഞാൽ 2r the whole cube into 100. r cube ക്യാൻസൽ ചെയ്താൽ സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് π/6 എന്ന് കിട്ടാം into 100. That is equal to 52.4%. അതായത് സിമ്പിൾ ക്യൂബിക്കിലെ പാക്കിംഗ് എഫിഷ്യൻസി 52.4%. ഓക്കെ, സിമ്പിൾ ക്യൂബിക്കിലെ പാക്കിംഗ് എഫിഷ്യൻസി മനസ്സിലായല്ലോ. അതിനകത്തുനിന്ന് 2-3 ഇക്വേഷൻസ്. ഒന്ന്, എഡ്ജ് ലെങ്ത് ഈസ് ഈക്വൽ ടു 2r, r ഈസ് ഈക്വൽ ടു a/2, പാക്കിംഗ് എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു π/8 into 100, പാക്കിംഗ് ഫ്രാക്ഷൻ ഈസ് ഈക്വൽ ടു π/8. ഡെൻസിറ്റി ഓഫ് യൂണിറ്റ് സെൽ. ഡെൻസിറ്റി എന്താണെന്ന് അറിയാമല്ലോ. ഡെൻസിറ്റി ഓഫ് യൂണിറ്റ് സെൽ എന്ന് പറഞ്ഞാൽ, ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് ബൈ വോളിയം. മാസ് ഓഫ് യൂണിറ്റ് സെൽ ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് യൂണിറ്റ് സെൽ എന്ന് നമുക്ക് പറയാം. പക്ഷേ എന്താണ് മാസ് ഓഫ് യൂണിറ്റ് സെൽ? യൂണിറ്റ് സെല്ലിൻ്റെ മാസ് എന്ന് പറഞ്ഞാൽ യൂണിറ്റ് സെല്ലിനകത്തുള്ള പാർട്ടിക്കിളിൻ്റെ മാസ്.
ഒരു യൂണിറ്റ് സെല്ലിന് എത്ര പാർട്ടിക്കിൾ കാണും അറിയില്ല. അപ്പോൾ ഇസഡ് എന്നെടുക്കാം. ഇസഡ് ഇൻറ്റു അതിനകത്തുള്ള പാർട്ടിക്കിളിൻ്റെ ഒരു പാർട്ടിക്കിളിൻ്റെ മാസ് ഓഫ് യൂണിറ്റ് സെൽ എന്ന് പറഞ്ഞാൽ അതിനകത്തുള്ള പാർട്ടിക്കിളിൻ്റെ ആകെ പാർട്ടിക്കിളിൻ്റെ മാസ്സാണ്. എത്ര പാർട്ടിക്കിളുണ്ട് അറിയില്ല. അപ്പോൾ ഇസഡ് എന്നെടുത്തു. ഇസഡ് ഇൻറ്റു മാസ് ഓഫ് എ പാർട്ടിക്കിൾ. ഒരു പാർട്ടിക്കിളിൻ്റെ മാസിനെ അതിനെ എണ്ണം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആകെ പാർട്ടിക്കിളിൻ്റെ മാസ് കിട്ടും. അതാണ് മാസ് ഓഫ് യൂണിറ്റ് സെൽ. സോ മാസ് ഓഫ് യൂണിറ്റ് സെൽ കിട്ടി. ഇനി ഓളിയം എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, യൂണിറ്റ് സെല്ല് A³ അല്ലേ. അപ്പോൾ മാസ് ഓഫ് യൂണിറ്റ് സെൽ എന്ന് പറഞ്ഞാൽ ഇസഡ് ഇൻറ്റു ഒരു പാർട്ടിക്കിളിൻ്റെ മാസ് ഡിവൈഡഡ് ബൈ A³. ഇനി എന്താണ് ഒരു പാർട്ടിക്കിളിൻ്റെ മാസ്? അവഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസിൻ്റെ മാസ്സാണ് മോളാർ മാസ്. സോ മാസ് ഓഫ് വൺ പാർട്ടിക്കിൾ ചോദിച്ചാൽ മോളാർ മാസ് ഡിവൈഡഡ് ബൈ അവഗാഡ്രോ നമ്പർ. സോ ഇസഡ് ഇൻറ്റു ഒരാളിൻ്റെ മാസ് എന്ന് പറയുന്നത് m/n, പിന്നെ ഇവിടുത്തെ A³. ചുരുക്കി പറഞ്ഞാൽ ഡെൻസിറ്റി ഓഫ് യൂണിറ്റ് സെൽ ഈസ് ഈക്വൽ ടു ഇസഡ് ഇൻറ്റു m ഡിവൈഡഡ് ബൈ A³ ഇൻറ്റു n. ആ ഡെൻസിറ്റിയുടെ എക്സ്പ്ലനേഷന് താഴെ ഒരു പ്രോബ്ലം കൊടുത്തിട്ടുണ്ട്, അതും കൂടെ നോക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ലൊക്കേഷൻ ഓഫ് ടെട്രാഹെഡ്രൽ ആൻഡ് ഒക്ടാഹെഡ്രലോയിഡ് ഇൻ FCC, packing efficiency in simple cubic, BCC, FCC, density of unit cell. ഇത്രയും മനസ്സിലായല്ലോ? നന്നായിട്ട് പഠിക്കും. ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസും നീറ്റിൻ്റെ സ്പെഷ്യൽ ഭാഗങ്ങളും ഇതിൻ്റെ ലാസ്റ്റ് എപ്പിസോഡുകളിൽ ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.